Internal check with regard to various transactions 3. Internal check regard to cash payments, internal check with regard to cash receipts ഇവയെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ഇന്റേണൽ ചെക്ക് വിത്ത് റിഗാർഡ് ടു പെറ്റി ക്യാഷ് പേയ്മെന്റ്സ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റേണൽ ചെക്ക് വിത്ത് റിഗാർഡ് ടു വേജസ് ആണ്. വേജസ് ആയിട്ട് ബന്ധപ്പെട്ട് ഇന്റേണൽ ചെക്ക് സിസ്റ്റം, അതുമായിട്ട് ബന്ധപ്പെട്ട് ഇറഗുലാരിറ്റീസ് എന്തൊക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഫേമിൽ ഒരുപാട് വർക്കേഴ്സ് ഉണ്ടാവും. ആ വർക്കേഴ്സ് വേജ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് തന്നെ വലിയൊരു ടാസ്ക്കാണ്. അതിൻ്റെ എക്സ്പെൻഡിച്ചർ തന്നെ വലിയൊരു ഭാഗം വേജിന് വേണ്ടി ചിലവാക്കുന്നതാണ് പല കമ്പനികളും. ആ വേജ് അതിൻ്റെ ഹ്യൂജ് എമൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ചാൻസസ് ഉണ്ട്, മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷിനുള്ള ചാൻസസ് ഉണ്ട്. ഒരുപാട് പോസിബിലിറ്റീസ് ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡിനുള്ള സാധ്യത അവിടെ ഉണ്ട്. എന്തൊക്കെ ഇറഗുലാരിറ്റീസ് അല്ലെങ്കിൽ എറേഴ്സ് ഒക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ വരാവുന്ന എറേഴ്സ് ആണ്, ഇറഗുലാരിറ്റീസ് ആണ്: ഇൻക്ലൂഷൻ ഓഫ് ഫിക്ടീഷ്യസ് നെയിംസ് ഓഫ് ഡമ്മി വർക്കേഴ്സ് ആൻഡ് ഗോസ്റ്റ് വർക്കേഴ്സ് ഇൻ ദി വേജ് ഷീറ്റ്. വേജ് ഷീറ്റിൽ എന്ത് ചെയ്യുക, ഇല്ലാത്ത ആളുകളുടെ പേരുകൾ എഴുതി ചേർത്ത് വേജ് വന്നതായിട്ട് കാണിക്കുക. ഫിക്ടീഷ്യസ് നെയിംസ് ഓഫ് ഡമ്മി വർക്കേഴ്സ് അല്ലെങ്കിൽ ഗോസ്റ്റ് വർക്കേഴ്സ്. രണ്ടാമത്തെ, നെയിം ഓഫ് വർക്കേഴ്സ് ഹു ഹാവ് റിസൈൻഡ് ഹു സർവീസ് ഡിസ്പെൻസ്ഡ് വിത്ത് മൈറ്റ് ഹാവ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ ദി വേജ് ഷീറ്റ്. സർവീസ് തന്നെ പിരിഞ്ഞു പോയിട്ടുള്ള ആളെ പേരെന്ത് ചെയ്യുക, വേജ് ഷീറ്റിൽ നിലനിർത്തുക. ഈ ഇത്തരത്തിൽ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് പാഡിങ് ചെയ്യുക എന്ന് പറയും. then ഓവർ സ്റ്റേറ്റിംഗ് ഓഫ് റേറ്റ് ഓഫ് വേജസ്. വേജസിന്റെ റേറ്റ് എന്ത് ചെയ്യുക, ഓവർ സ്റ്റേറ്റ് ചെയ്യുക, കൂടുതലായിട്ട് കാണിക്കുക. നമ്പർ ഓഫ് അവേഴ്സ് വർക്ക് എന്ത് ചെയ്യുക, കൂടുതലായിട്ട് കാണിക്കുക. എറർ ആൻഡ് ഫ്രോഡ് ടൈം ആൻഡ് വർക്ക് ആൻഡ് പീസ് വർക്ക് റെക്കോർഡ്. ടൈം വർക്കിന്റെയോ പീസ് വർക്കിന്റെയോ റെക്കോർഡുകളിൽ എറേഴ്സും ഫ്രോഡ്സും കടന്നുകൂടുക. ദർ മേ ബി ഫ്രോഡുലന്റ് മാനിപ്പുലേഷൻ ഓഫ് അൺക്ലെയിംഡ് വേജസ്. അൺക്ലെയിംഡ് വേജസിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യുക, മാനിപ്പുലേഷൻ ചെയ്യുക. ഡെലിബറേറ്റ് ഓമിഷൻ ഓഫ് ഡിഡക്ഷൻസിന്റെ കാര്യത്തിൽ ഡെലിബറേറ്റ് ഓമിഷൻ നടത്തുക. ക്ലറിക്കൽ എറേഴ്സ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് വേജ് ഷീറ്റ്. വേജ് ഷീറ്റിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ക്ലറിക്കൽ എറേഴ്സ് നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞത്? ഒന്നാമത്തത് ഇൻക്ലൂഷൻ ഓഫ് ഗോസ്റ്റ് വർക്കേഴ്സ് അല്ലെങ്കിൽ ഡമ്മി വർക്കേഴ്സ് എന്ത് ചെയ്യുക, ഫിറ്റീഷ്യസ് ആയിട്ട് ചേർക്കുക. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു, ഈ റിസൈൻ ചെയ്ത് പോയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുക, പിരിഞ്ഞു പോയിട്ടുള്ള ആളുകളൊക്കെ തന്നെ നിലനിർത്തിയിട്ട് എന്ത് ചെയ്യുക, അവർ വർക്ക് ചെയ്യുന്നതായിട്ട് കാണിച്ച് എക്സ് എംപ്ലോയീസിനെ എന്ത് ചെയ്യുക, വേജ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യുക. അതിന് പാഡിങ് എന്ന് വിളിക്കും. ഓവർ സ്റ്റേറ്റിംഗ് റേറ്റ് ഓഫ് വേജ് എന്ത് ചെയ്യുക, കൂടുതലായിട്ട് കാണിക്കുക. നമ്പർ ഓഫ് അവേഴ്സ് വർക്ക് ചെയ്തത് എന്ത് ചെയ്യുക, കൂടുതലായിട്ട് കാണിക്കുക. എറർ ആൻഡ് ഫ്രോഡ് വേജ് അല്ലെങ്കിൽ പീസ് വർക്ക് അല്ലെങ്കിൽ ടൈം ഓഫ് വർക്കിൽ എന്ത് ചെയ്യുക, എറർസ് ഫ്രോഡ് കൊണ്ടുവരിക. ഫ്രോഡ്ലന്റ് മാനിപ്പുലേഷൻ ഓഫ് അൺക്ലെയിംഡ് വേജസ് അല്ലെങ്കിൽ ഫ്രോഡ്ലന്റ് മാനിപ്പുലേഷൻ അൺക്ലെയിംഡ് വേജസ് ഉണ്ടായി കാണിക്കുക. ഡെലിബറേറ്റ് ഓമിഷൻ ഓഫ് ഡിഡക്ഷൻസിന്റെ കാര്യത്തിൽ ഒമിഷൻസ് നടത്തുക. ക്ലറിക്കൽ എറേഴ്സ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് വേജ് ഷീറ്റ് പ്രിപ്പറേഷനിൽ ക്ലറിക്കൽ എറേഴ്സ് സംഭവിക്കുക. തന്നെ ഇതിനെ തടയാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഇന്റേണൽ ചെക്ക് സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണ് എന്നൊക്കെയാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത് വരുന്നതാണ് മെയിൻ്റനൻസ് ഓഫ് വേജ് റെക്കോർഡ്. രണ്ടാമത് പ്രിപ്പറേഷൻ ഓഫ് വേജ് ഷീറ്റ്. മൂന്നാമത് വരുന്നതാണ് പേയ്മെന്റ് ഓഫ് വേജസ്. ഇന്റേണൽ ചെക്ക് സിസ്റ്റം വിത്ത് റിഗാർഡ് മെയിൻ്റനൻസ് ഓഫ് വേജ് റെക്കോർഡ്സ്. വേജ് റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ്? നമ്മൾ ടൈം റെക്കോർഡ്, പീസ് വർക്ക് റെക്കോർഡ്, ഓവർ ടൈം റെക്കോർഡ്, പാസ് ഔട്ട് റെക്കോർഡ്, ഇന്ന് 4 റെക്കോർഡ്സ് ആണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. ടൈം റെക്കോർഡ്, പീസ് വർക്ക് റെക്കോർഡ്, ഓവർ ടൈം റെക്കോർഡ്, പാസ് ഔട്ട് റെക്കോർഡ്. ഇതിൽ ടൈം റെക്കോർഡ് എന്ന് പറഞ്ഞാൽ
സാധാരണ ടൈമിനനുസരിച്ചാണ് വേജസ് നൽകുന്നതെങ്കിൽ അവരെത്ര സമയം സ്പെൻഡ് ചെയ്തെന്ന് നോക്കിക്കൊണ്ട് വർക്കേഴ്സിന് എന്ത് ചെയ്യുന്നു, അവരുടെ സാലറി കൊടുക്കുന്നതിനാണ് എന്ത് വിളിക്കുന്നത്, ടൈം റെക്കോർഡ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്ത വർക്കേഴ്സ് അതെന്ത് ചെയ്യണം, കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്തിരിക്കണം. അതിനായിട്ട് റെക്കോർഡിംഗ് ക്ലോക്കോ ടോക്കണോ ഉപയോഗിക്കാം. ടൈം റെക്കോർഡിന് ചിലപ്പോൾ എന്ത് ഉപയോഗിക്കാവുന്നതാണ്, ടൈം റെക്കോർഡിംഗ് ക്ലോക്ക്, അല്ലെങ്കിൽ യൂസ് ഓഫ് ടോക്കൺസ്, അല്ലെങ്കിൽ അറ്റൻഡൻസ് കാർഡ്. ഇവ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്തുകൊണ്ട് അവരുടെ ടൈം എത്ര ടൈമാണ് അവർ ജോലി ചെയ്തതെന്നൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ട് ആണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, അവർ സാലറി കൊടുക്കുന്നത്. ടൈം റെക്കോർഡിംഗ് ക്ലോക്ക് എന്താണ്, അവരുടെ വേജ് കൊടുക്കുന്നത്. ടൈം റെക്കോർഡിംഗ് ക്ലോക്ക് എന്താണ്, ഒരു നല്ലൊരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സിസ്റ്റമാണ്. ഒരു വർക്കർക്ക് ടൈം കാർഡ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യണം, അയാൾ പഞ്ച് ചെയ്യണം അയാളുടെ കാർഡ്, അറൈവൽ ടൈമും ഡിപ്പാർച്ചർ ടൈമും. ഫോർമാൻ ഇൻ ചാർജ് എന്ത് ചെയ്യും, അത് കളക്ട് ചെയ്യും, പുട്ട് ഇനീഷ്യൽ ടു ദി എൻട്രീസ് ഓൺ ദ ആൻഡ് സെൻഡ് വേജ് ഓഫീസ്. എന്നിട്ട് വേജ് ഓഫീസിൽ എന്ത് ചെയ്യുന്നു, സെൻഡ് ചെയ്യാൻ ചെയ്യുന്നു. അപ്പോൾ കാർഡാണെങ്കിലും അതേപോലെ ടോക്കൺ ആണെങ്കിലും അതേപോലെ അല്ലെങ്കിൽ റെക്കോർഡിംഗ് ക്ലോക്ക് ആണെങ്കിലും വേജ് റെക്കോർഡിന് ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം ഫോളോ ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് പീസ് വർക്ക് റെക്കോർഡ്സ്. പീസ് വർക്ക് റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ വർക്കേഴ്സ് ആർ പെയ്ഡ് ഓൺ ദി ബേസ് ഓഫ് പീസ് വേജ് സിസ്റ്റം. പീസ് വേജ് സിസ്റ്റത്തിലാണ് എന്ത് ചെയ്യുന്നത്, വർക്കേഴ്സിൻ്റെ സാലറി പേ ചെയ്യുന്നതെങ്കിൽ പീസ് വേജ് സിസ്റ്റമാണ് അവിടെ എന്ത് അവലംബിക്കുന്നതെങ്കിൽ പീസ് വർക്ക് റെക്കോർഡ്സ് ആണ് കീപ്പ് ചെയ്യേണ്ടത്. അവരെത്ര ആക്ച്വൽ വർക്ക് ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുക, ഈ പീസ് വേജ് നൽകുക. ഈ സിസ്റ്റത്തിൽ ഈച്ച് വർക്കർ പ്രൊവൈഡ് വിത്ത് ജോബ് കാർഡ്, ഒരു ജോബ് കാർഡ് അല്ലെങ്കിൽ പീസ് വർക്കർ കാർഡ് അവർക്ക് പ്രൊവൈഡ് ചെയ്യും. അതായത് എത്ര എമൗണ്ട് ഓഫ് ജോബ് അവരെന്ത് ചെയ്തു അല്ലെങ്കിൽ വർക്ക് എന്ത് ചെയ്തു, ഡൺ ബൈ ഈച്ച് വർക്കർ എന്ത് ചെയ്യും, റെക്കോർഡ് ഇൻ ദ കാർഡ്. അത് കൗണ്ടർ സൈൻഡ് ചെയ്യണം ഫോർമാൻ ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റ് ഫോർമാൻ കൗണ്ടർ സൈൻ ചെയ്യണം. Quantity of work and job card should finally checked by the piecework reviewer. Piecework reviewer എന്ത് ചെയ്യണം, അതിൻ്റെ ക്വാണ്ടിറ്റി ചെക്ക് ചെയ്ത് ഫൈനലി ചെക്ക് ചെയ്ത് എന്ത് ചെയ്യണം, സാക്ഷ്യപ്പെടുത്തണം. തന്നെ പീസ് വർക്കിൻ്റെ കാര്യം എത്രയാണുള്ളൂ. അതായത് പീസ് വർക്കിൻ്റെ കാര്യത്തിൽ ഫോർമാൻ എന്ത് ചെയ്യും, ജോബ് കാർഡ് കൊടുത്തിട്ടുണ്ടാവും. ആ ജോബ് കാർഡിൽ പീസ്മാൻ എന്ത് ചെയ്യും, കൗണ്ടർ സൈൻ ചെയ്യും. ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ആൻഡ് ജോബ് കാർഡ് ഷുഡ് ഫൈനലി ചെക്ക് ചെയ്യുക പീസ് വർക്ക് റിവ്യൂവർ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ഓവർ ടൈം റെക്കോർഡാണ് ഉള്ളത്. ടൈം റെക്കോർഡ്, പീസ് വർക്ക് റെക്കോർഡ്, മറ്റൊന്നാണ് ഓവർ ടൈം റെക്കോർഡ്. ചില സമയത്തൊക്കെ ഓവർ ടൈം റെക്കോർഡ് എന്ത് ചെയ്യും, ഓവർ ടൈമിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. ആ ഓവർ ടൈമിന് എന്തിൻ്റെ അവർക്ക് കൊടുക്കുന്ന ഓവർ ടൈമിലുള്ള വേജ് എന്താണ്, അതിന് കണക്കാക്കാൻ വേണ്ടി ടൈം കാർഡോ അല്ലെങ്കിൽ സ്ലിപ്സ് എന്ത് ചെയ്യും, യൂസ് ചെയ്യും. അതെന്ത് ചെയ്യും, റെസ്പോൺസിബിൾ അതോറിറ്റി സാങ്ഷൻ ചെയ്തിരിക്കണം. ആ സ്ലിപ്സ് സെപ്പറേറ്റ്ലി മെയിൻറ്റൈൻഡ് ആൻഡ് സെൻഡ് ടു ടൈം കീപ്പർ. ടൈം കീപ്പർക്ക് എന്ത് ചെയ്യണം, ഇത് സെൻഡ് ചെയ്യണം. അത് അവർ വേജ് ഓഫീസിൽ എന്ത് ചെയ്യും, ഫോർവേഡ് ചെയ്യണം. ഇതൊരിക്കൽ സെപ്പറേറ്റ്ലി എന്ത് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്യണം. ആ സ്ലിപ്പ് സെപ്പറേറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ സ്ലിപ്പ് എന്ത് ചെയ്യണം, ടൈം കീപ്പർ ഫോർവേഡ് ചെയ്യണം. ആർക്ക്, വേജ് ഓഫീസിലേക്ക്. ഇതാണ് ഓവർ ടൈം റെക്കോർഡിൻ്റെ രീതി. ഓവർ ടൈം കാർഡ് അല്ലെങ്കിൽ സ്ലിപ്പ് എന്ത് ചെയ്യും, സാങ്ഷൻ ഒരു റെസ്പോൺസിബിൾ അതോറിറ്റി സാങ്ഷൻ ചെയ്യും. ആ സ്ലിപ്പ് സെപ്പറേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ടൈം കീപ്പർ അത് ഫോർവേഡ് ചെയ്യണം വേജ് ഓഫീസിലേക്ക്. നെക്സ്റ്റ് പാസ് ഔട്ട് റെക്കോർഡ്സ് ആണ്. പാസ് ഔട്ട് റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ വർക്കേഴ്സ് ഷുഡ് നോട്ട് ബി അലൗഡ് ടു ലീവ് ദി ഫാക്ടറി ഫോർ ദെയർ പേഴ്സണൽ അഫയേഴ്സ്. അവർ സ്വന്തം കാര്യത്തിന് വേണ്ടി വർക്കിംഗ് അവേഴ്സിന് പുറത്തേക്ക് വിടാൻ അനുവദിക്കാറില്ല. അങ്ങനെ പെർമിറ്റ് ചെയ്താണെങ്കിൽ ഒരു റിട്ടൺ പെർമിഷൻ ഓഫ് ദി ഫോർമാൻ ഓർ വർക്ക് മാനേജറോ അല്ലെങ്കിൽ ഫോർമാൻ്റേത് ആയിട്ടുള്ള റിട്ടൺ പെർമിഷൻ ആവശ്യമാണ്. ഒരു പാസ് ഔട്ട് സ്ലിപ്പ് ഉണ്ടായിരിക്കും, ഇഷ്യൂ ചെയ്യും. ആ ഇഷ്യൂ ചെയ്ത പാസ് ഔട്ട് സ്ലിപ്പിൽ വർക്ക്സ് മാനേജർ എന്ത് ചെയ്തിരിക്കണം, ഇഷ്യൂ ചെയ്യും.
2 copies of such slips are prepare ചെയ്യും. 1 copy of slip should be handed over to the gatekeeper. Another copy should be sent to the wage office. അതിൻ്റെ ഒറ്റ കോപ്പി എന്ത് ചെയ്യുന്നു, വേജ് ഓഫീസിലേക്ക് സെൻഡ് ചെയ്യാണ് ചെയ്യുക. നമ്മൾ ടൈം റെക്കോർഡ് നമ്മൾ പറഞ്ഞു 3 തരത്തിലാണ് ടൈം റെക്കോർഡിംഗ്: ക്ലോക്ക് അല്ലെങ്കിൽ യൂസ് ടോക്കൺസ്, അറ്റൻഡൻസ് കാർഡ്സ് എന്ന് പറഞ്ഞു. ദെൻ പീസ് വർക്ക് റെക്കോർഡ് എങ്ങനെയാണെന്ന്, വേസ്റ്റേജ് സിസ്റ്റം എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. ജോബ് കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് കാര്യങ്ങൾ പറഞ്ഞു. ഓവർ ടൈം റെക്കോർഡ് പറഞ്ഞു. ദെൻ പാസ്വേഡ് റെക്കോർഡ് എന്താണെന്നും നമ്മൾ പറഞ്ഞു. ദെൻ അടുത്തതായിട്ട് പ്രിപ്പറേഷൻ ഓഫ് വേജ് ഷീറ്റ് എന്നുള്ളതാണ്. പ്രിപ്പറേഷൻ ഓഫ് വേജ് ഷീറ്റ് മെത്തേഡ് ആൻഡ് പ്രൊസീജിയർ ഓഫ് പ്രിപ്പയറിംഗ് വേജ് ഷീറ്റ് ഷുഡ് ബി കെയർഫുള്ളി പ്ലാൻഡ് ആയിരിക്കണം ആൻഡ് മിനിമൈസ് ദി പോസിബിലിറ്റീസ് ഓവർ ആൻഡ് അണ്ടർ ഓർ റോങ് പേയ്മെന്റ് ടു വർക്കേഴ്സ്. ഒരു പേയ്മെന്റ് ഓഫ് റോങ് പേയ്മെന്റ് ഇല്ലാത്ത തരത്തിലായിരിക്കണം അത് ഉണ്ടാക്കുന്നത്. അങ്ങനെ വേജ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് 1 ക്ലർക്ക് അലോൺ ആയിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്, ആയിരിക്കാൻ പാടില്ല. അത്തരത്തിൽ സെറ്റ് അവരെ ക്ലർക്ക് ടൈം വർക്കേഴ്സിന്റെ കാര്യത്തിനും പീസ് വർക്കേഴ്സിന്റെ കാര്യത്തിനും സെപ്പറേറ്റ് വേജ് ഷീറ്റ് എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. അത് എറേഴ്സ് കുറക്കാനുള്ളൊരു മാർഗമാണ്. എന്തൊക്കെ ബേസിലാണ് പ്രിപ്പറേഷൻ ചെയ്യുന്ന വേജ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത്. പ്രിപ്പറേഷൻ വേജ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അറ്റൻഡൻസ് രജിസ്റ്ററിന്റെയോ ഓവർ ടൈം സ്ലിപ്പിന്റെയും പാസ് ഔട്ടിന്റെയും ബേസിലാണ് വേജ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. സെപ്പറേറ്റ് ഷീറ്റ് ഓരോ ടൈം വർക്കേഴ്സും പീസ് വർക്കേഴ്സും വേജ് ഷീറ്റ് എന്തായിരിക്കണം, സെപ്പറേറ്റ് ഷീറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു. ദെൻ ചെക്കിംഗ് ദി വേജ് ഷീറ്റ്. Wage sheet, 4th clerk in the team will be check the calculation, deductions and net amount to be paid to the workers. Checking the wage sheet. Wage sheet check ചെയ്യുക ആരാന്ന് പറഞ്ഞാൽ 4th clerk in the team. ഇതിന്റെ വേജ് ഷീറ്റ് പ്രിപ്പറേഷൻ ടീമിലുള്ള 4ാമത്തെ ക്ലർക്കാണ് എന്ത് ചെയ്യേണ്ടത്, ചെക്ക് ചെയ്യേണ്ടത്. Team will check the calculation, deductions, net amount of the wage paid to the workers. Signature, wage sheet signed by all clerks who participate. അതിൽ പ്രിപ്പറേഷൻ ചെയ്തിട്ടുള്ള എല്ലാവരും അതിൽ സൈൻ ചെയ്തിരിക്കണം. വേജ് ഷീറ്റ് സൈൻഡ് ബൈ വർക്ക്സ് മാനേജർ സൈൻ ചെയ്യണം. Approval of wage payment. Approval, each and every wage sheet should be approved by factory manager or worksman. വർക്ക് മാനേജർ ആയിരിക്കണം ഇതിന്റെ അപ്രൂവ് ചെയ്യേണ്ടത്, വേജ് പേയ്മെന്റ് നടത്തേണ്ടത്. പേയ്മെന്റ് ഓഫ് വേജസ്. പേയ്മെന്റ് ഓഫ് വേജസിൽ ചില ഗൈഡ് ലൈൻസ് എന്ത് ചെയ്യണം, ഫോളോ ചെയ്യേണ്ടതുണ്ട്. അപ്രൂവ്ഡ് വേജ് ഷീറ്റ് ഷുഡ് ബി പാസ്ഡ് ഓവർ ടു ദി കാഷ്യർ. കാഷ്യർക്ക് പാസ്ഡ് ഓവർ ചെയ്യണം. അയാൾ ഒരിക്കലും തന്നെ എന്ത് ചെയ്യില്ല, ഈ വേജ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൽ അയാൾക്ക് പങ്കുണ്ടായിരിക്കില്ല. കാഷ്യർ എന്ത് ചെയ്യും, വിഡ്രോ ദി സം ഷോൺ അണ്ടർ ദി നെറ്റ് വേജ് കോളം. നെറ്റ് വേജ് കോളത്തിൽ പറഞ്ഞിട്ടുള്ള പൈസ അയാൾ വിഡ്രോ ചെയ്യും. All workers who have received wages should be present personally at the time of payment. എല്ലാവരും പ്രസന്റ് ആയിരിക്കണം. Then foreman of each department present at time of wage and identify workers. വർക്കേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഫോർമാൻ ഉണ്ടായിരിക്കണം. പിന്നെ കാഷ്വൽ വർക്കേഴ്സിന്റെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. പേയ്മെന്റ് ഷുഡ് ബി മെയ്ഡ് പ്രസൻസ് ഓഫ് റെസ്പോൺസിബിൾ ഓഫീസറിന്റെ പ്രസൻസിലായിരിക്കണം. സം സ്പെഷ്യൽ അറേഞ്ച്മെന്റ് ഷുഡ് ബി മെയ്ഡ് ഫോർ ദി പേയ്മെന്റ് ടു ദി വർക്കേഴ്സ്. ആബ്സെന്റി list of unpaid workers. Special arrangement should be made. Payment of absentees. Absenteesന്റെ കേസിൽ അവർക്ക് പ്രത്യേക പേയ്മെന്റിന് ഉള്ള അറേഞ്ച്മെന്റ് ചെയ്യേണ്ടതുണ്ട്. ലിസ്റ്റ് ഓഫ് അൺപെയ്ഡ് വർക്കേഴ്സും പ്രിപ്പയർ ചെയ്യണം. നെക്സ്റ്റ്, പേയ്മെന്റ് ഓഫ് വേജ് ഷുഡ് ബി മെയ്ഡ് ഇൻ ദി പ്രസൻസ് ഓഫ് വർക്ക്സ് മാനേജറുടെ പ്രസൻസിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, പേയ്മെന്റ് നടത്തേണ്ടത്. After disbursement of wage is completed, a list of unclaimed wage should be prepared, signed by the cashier, foreman, works manager. Unclaimed wages എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു ലിസ്റ്റ് എന്ത് ചെയ്യണം, സൈൻ ചെയ്ത് കാഷ്യർ, ഫോർമാൻ, വർക്ക്സ് മാനേജർ സൈൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വെക്കണം. It is advisable that director may make surprise visit while
It is advisable that director may make surprise visit while the wages are dispersed. Wages disperse ചെയ്യുന്ന സമയത്ത് ഒരു സർപ്രൈസ് വിസിറ്റ് നടത്തുന്നത് നല്ലതാണ്. നമ്മൾ വേജ് പേയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അതിലൊന്ന് അപ്രൂവ്ഡ് വേജ് ഷീറ്റ് എന്ത് ചെയ്യണം, കാഷ്യർക്ക് പാസ് ചെയ്യണം. കാഷ്യർക്ക് ഒരിക്കലും തന്നെ എന്ത് ചാർജ് ഉണ്ടാകാൻ പാടില്ല, ഇതിൻ്റെ വേജ് ഷീറ്റ് പ്രിപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട ഒരു വർക്കും ഉണ്ടാകാൻ പാടില്ല. കാഷ്യർ വിഡ്രോ ചെയ്യും. എത്ര എമൗണ്ട് എന്ന് വെച്ചാൽ അത് നെറ്റ് എമൗണ്ട് വേജ് കോളത്തിൽ കാണിച്ചിട്ടുള്ള നെറ്റ് എമൗണ്ട് എല്ലാ ഡിഡക്ഷൻസിന് ശേഷം ഉള്ള നെറ്റ് എമൗണ്ട്. എമൗണ്ട് പേയബിൾ നെറ്റ് വേജസ്, അത് ഗ്രോസ് വേജിൽ നിന്നും മറ്റെല്ലാ ഡിഡക്ഷനും കഴിച്ചിട്ടുള്ള നെറ്റ് എമൗണ്ട് എന്ത് ചെയ്യും, വിഡ്രോ ചെയ്യും. ആ എമൗണ്ട് നെറ്റ് പേയബിൾ വർക്കർ ഷുഡ് ബി കെപ്റ്റ് ഇൻ എൻവലപ്പ്. വേണമെങ്കിൽ അതൊരു എൻവലപ്പിൽ വെച്ചിട്ട് തന്നെ കൊടുക്കാം. അത് വർക്കേഴ്സിൻ്റെ പേര് അതിൽ രേഖപ്പെടുത്തിയിട്ട് അങ്ങനെ കൊടുക്കണം. അത് നല്ലതാന്ന് പറയാം. ഓൾ വർക്കേഴ്സ് ഹു റിസീവ് വേജസ് ഷുഡ് പേഴ്സണലി പ്രസൻ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞ്, പിന്നെ ഫോർമാൻ ഉണ്ടായിരിക്കണം ഓരോരുത്തരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കാഷ്വൽ വർക്കേഴ്സിൻ്റെ ലിസ്റ്റ് എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്തിട്ട് അത്തരത്തിൽ റെസ്പോൺസിബിൾ ഒഫീഷ്യൽ എന്ത് ചെയ്തിരിക്കണം അവിടെ ഉണ്ടായിരിക്കണം. അവരുടെ സാലറി, അവരുടെ വേജസ് കൊടുക്കുന്ന സമയത്ത് സം സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ് ഷുഡ് ബി മെയ്ഡ് ഫോർ ദി പേയ്മെൻറ്റ് ടു ദി ആബ്സെൻറ്റീസിൻ്റെ കേസ് വരുന്നേരം അതിന് സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ് ചെയ്യണം. അൺപെയ്ഡ് വർക്കേഴ്സ് എന്ത് ചെയ്തിരിക്കണം, അവരുടെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. പേയ്മെൻറ്റ് ഓഫ് വേജ് ഷുഡ് ബി മെയ്ഡ് ഇൻ ദി പ്രസൻസ് ഓഫ് വർക്ക്സ് മാനേജറിൻ്റെ പ്രസൻസിലായിരിക്കണം. After disbursement of wages is completed, list unclaimed wages should be prepared, signed cashier, foreman, works manager. It is advisable that director may make surprise visit while the wages are disbursed. വേജ് ഡിസ്പേഴ്സ് ചെയ്യുന്ന സമയത്ത് സർപ്രൈസ് വിസിറ്റ് ഒക്കെ നടത്താൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. 3 കാര്യങ്ങളാണ്. ഒന്ന്, ഇന്റേണൽ ചെക്ക് റിഗാർഡിങ് വേജസ്, ഇത് നമ്മൾ പറഞ്ഞു. അത് മെയിൻ്റനൻസ് ഓഫ് വേജ് റെക്കോർഡ്, ടൈം റെക്കോർഡ്, പീസ് വർക്ക് റെക്കോർഡ്, ഓവർ ടൈം റെക്കോർഡ്, പാസ് ഔട്ട് റെക്കോർഡ്. ടൈം റെക്കോർഡിൽ തന്നെ ടൈം റെക്കോർഡിംഗ് ക്ലോക്ക്, യൂസ് ടോക്കൺസ്, അറ്റൻഡൻസ് കാർഡ് ഇത് യൂസ് ചെയ്യാം. ദെൻ രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു പ്രിപ്പറേഷൻ ഓഫ് വേജ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ബേസ് എന്താണെന്ന് പറഞ്ഞു. അതിന് സെപ്പറേറ്റ് ഷീറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു. വേജ് ഷീറ്റ് ചെക്ക് ചെയ്യുന്നത് ആരായിരിക്കണം എന്ന് പറഞ്ഞു. സിഗ്നേച്ചർ ആയിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യണം, പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എല്ലാവരും സൈൻ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്രൂവൽ ആൻഡ് വേജ് പേയ്മെൻറ്റ് ആരാ നടത്തേണ്ടതെന്നൊക്കെ പറഞ്ഞു. പേയ്മെൻറ്റ് ഓഫ് വേജസ് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത് ആദ്യം കാഷ്യർക്ക് എന്ത് ചെയ്യണം, അപ്രൂവ്ഡ് ആയിട്ടുള്ള വേജ് ഷീറ്റ് എന്ത് ചെയ്യണം, പാസ് ഓവർ ചെയ്തതിന് ശേഷം കാഷ്യർ എന്ത് ചെയ്യും, വിഡ്രോ ചെയ്യും ആ എമൗണ്ട്. ദെൻ അത് ആരും ഫോർമാൻ്റെ മുന്നിൽ വെച്ചായിരിക്കണം വർക്കേഴ്സ് എന്ത് ചെയ്യേണ്ട, വേജിന് എല്ലാവരും പ്രസൻ്റ് ആയിരിക്കണം. അവർ ഫോർമാന് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യും, പ്രസൻ്റ് ആയിരിക്കണം. ലിസ്റ്റ് ഓഫ് കാഷ്വൽ വർക്കേഴ്സിൻ്റെ കേസ് വരുമ്പോൾ അതിൻ്റെ റെസ്പോൺസിബിൾ ഓഫീഷ്യൽസ് അവിടെ ഉണ്ടായിരിക്കണം. അതിൻ്റെ അവരുടെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിരിക്കണം എന്നൊക്കെ പറഞ്ഞു. സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ് ആബ്സെൻറ്റീസിൻ്റെ കേസിൽ അതുപോലെ അൺപെയ്ഡ് അൺപെയ്ഡ് ആയിട്ടുള്ള വർക്കേഴ്സിൻ്റെ എന്ത് ചെയ്യണം, മസ്റ്റ് ബി പ്രിപ്പയർഡ് കൺസേൺഡ് ഫോർമാൻസ് എന്ത് ചെയ്യണം, അത് പ്രിപ്പയർ ചെയ്യണം. ലിസ്റ്റ് പേയ്മെൻറ്റ് ദ പ്രസൻറ്റ് ഓഫ് വർക്ക്സ് മാനേജറുടെ പ്രസൻസിലായിരിക്കണം. അതുപോലെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിസ്റ്റ് ഓഫ് അൺക്ലെയിംഡ് വേജസ് ഷുഡ് ബി പ്രിപ്പയർ, സൈൻഡ് ബൈ ദി കാഷ്യർ, ഫോർമാൻ, വർക്ക്സ് മാനേജർ. It is advisable that director may make surprise visit while the wages are disbursed. The next, internal check regarding credit purchases ആയിട്ട് ബന്ധപ്പെട്ട് ഇന്റേണൽ ചെക്ക് സിസ്റ്റം എങ്ങനെയായിരിക്കണം എന്നാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബിഗ് ബിസിനസ് ഹൗസസിലൊക്കെ എന്തുണ്ടായിരിക്കണം, സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരു പർച്ചേസിന് വേണ്ടി ഉണ്ടായിരിക്കണം. അതാണ് ഒന്നാമതായിട്ട് പറയുന്നത്.
സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഫോർ പർച്ചേസ്. ആ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഹെഡഡ് ബൈ പർച്ചേസ് മാനേജർ. പർച്ചേസ് മാനേജർ അതിനെ എന്ത് ചെയ്തിരിക്കണം, ചുമതല വഹിക്കുന്ന ഒരു ഓഫീസറായിട്ട് ഉണ്ടായിരിക്കണം. ആ അതിന്റെ എഫിഷ്യൻസിക്ക് അനുസരിച്ച് അവരുടെ പർച്ചേസ് പോളിസി ഉണ്ടാവും. എന്തായിരിക്കണം ഒരു പർച്ചേസ് പ്രൊസീജിയർ എന്ന് നോക്കാം. പർച്ചേസ് പ്രൊസീജിയറിൽ ആദ്യം വരുന്നത് റിക്വസിഷൻ എന്നുള്ളതാണ്. റിക്വസിഷൻ, then inviting tenders, then placing purchasing order, then receipt of goods, then invoice, then making payment. ഇതാണ് പർച്ചേസിന്റെ പ്രൊസീജിയർ. പർച്ചേസ് റിക്വസിറ്റ് അല്ലെങ്കിൽ റിക്വസ്റ്റ് മെയ്ഡ് ബൈ ദി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ്, ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് പർച്ചേസ് മാനേജർ എന്ത് ചെയ്യുന്നു, ആദ്യം റിക്വസ്റ്റ് അയക്കുന്നു. ഏത് സാധനങ്ങൾ ആവശ്യമുള്ള സാധനങ്ങൾക്ക് റിക്വസ്റ്റ് അയക്കുന്നു. ദെൻ ആ റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ പർച്ചേസ് ഓഫ് ഗുഡ്സ് മെറ്റീരിയൽ റിക്വയർഡ് ബൈ ദി ഡിപ്പാർട്ട്മെന്റ്, റിക്വയർഡ് ക്വാണ്ടിറ്റി, ക്വാളിറ്റി, ഇതൊക്കെ അതിൽ വിശദമായിട്ട് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടായിരിക്കും, അതിൽ പ്രതിപാദിച്ചിട്ടുണ്ടായിരിക്കും. The purchase requisition should be prepared duplicate ആയിരിക്കണം. One copy should purchase department and other copy should kept to the department itself. Future reference. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു കോപ്പി എന്ത് ചെയ്യണം, അയക്കും പർച്ചേസ് റിക്വസിഷന്റെ. പിന്നെ ആ പർച്ചേസ് റിക്വസിഷന് ശേഷം ടെൻഡേഴ്സ് ഇൻവൈറ്റ് ചെയ്യും. പർച്ചേസ് റിക്വസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഇൻവൈറ്റ് ചെയ്യും ടെൻഡേഴ്സ്, ആർക്കൊക്കെ അതിൻ്റെ പറ്റിയ സാധനങ്ങൾ സപ്ലൈ ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചുകൊണ്ടുള്ള സപ്ലൈസിൽ നിന്നുള്ള ഒരു ടെൻഡേഴ്സ് എന്ത് ചെയ്യുന്നു, അവർ അത്തരത്തിൽ ടെൻഡേഴ്സ് ഓപ്പൺ ചെയ്ത് ആൻഡ് അപ്രൂവ് ചെയ്യും പർച്ചേസ് കമ്മിറ്റി ആൻഡ് സീനിയർ ഓഫീസർ അല്ലെങ്കിൽ പർച്ചേസ് കമ്മിറ്റി എന്ത് ചെയ്യുന്നു, അത് അപ്രൂവ് ചെയ്യും. ലോവസ്റ്റ് ടെൻഡേഴ്സ് ആയിരിക്കും ഇപ്പോൾ സാധാരണയായിട്ട് ആളുകൾ ആക്സെപ്റ്റ് ചെയ്യാറ്. ലോവസ്റ്റ് ടെൻഡർ എന്ത് ചെയ്യുന്നു, ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടേക്കിംഗ് ദെയർ ടേംസ് ആൻഡ് ക്വാളിറ്റി ഓഫ് ഗുഡ്സ് ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട് മാത്രമാണ് ആഫ്റ്റർ ടേക്കിംഗ് ദെയർ ടേംസ് ക്വാളിറ്റി ഓഫ് ഗുഡ്സ് ഒക്കെ നോക്കിയിട്ട് അവരുടെ ലോവസ്റ്റ് റേറ്റ് നോക്കിയിട്ട് ടെൻഡർ എന്ത് ചെയ്യുന്നു, ആക്സെപ്റ്റ് ചെയ്യും. ദെൻ പ്ലേസിങ് ഓർഡർ, അടുത്ത പണി ചെയ്യാന്നുള്ളത് പർച്ചേസ് ഓർഡർ നൽകലാണ്. ആഫ്റ്റർ ഡിസൈഡിങ് അപ്രൂവ്ഡ് സപ്ലയർ, ദ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് പ്രിപ്പയർ പർച്ചേസ് ഓർഡർ. ആ പർച്ചേസ് ഓർഡർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 4 കോപ്പീസ് അല്ലെങ്കിൽ ക്വാഡ്രൂപ്ലിക്കേറ്റ് എന്ന് പറയും. ക്വാഡ്രൂപ്ലിക്കേറ്റ് ആയിട്ടാണ് ഈ പർച്ചേസ് ഓർഡർ എന്ത് ചെയ്യേണ്ടത്, പ്രിപ്പയർ ചെയ്യേണ്ടത്. അത് പർച്ചേസ് ഓർഡർ അതിൽ ടേംസ് ഓഫ് സപ്ലൈ, ക്വാണ്ടിറ്റി, ക്വാളിറ്റി, റേറ്റ്, ടൈം, മോഡ് ഓഫ് ഡെലിവറി ഇതൊക്കെ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ടായിരിക്കണം. ഒറിജിനൽ കോപ്പി ഓഫ് പർച്ചേസ് ഓർഡർ എന്ത് ചെയ്യുന്നു, സപ്ലയർക്ക് അയക്കുകയും അതിൻ്റെ ബാക്കിയുള്ള 3 കോപ്പി ഉണ്ടല്ലോ, അതിലൊരു കോപ്പി സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ്, ഒരു കോപ്പി കൺസേൺ ഡിപ്പാർട്ട്മെന്റ്, 4th കോപ്പി പർച്ചേസ് റിട്ടേൺ ചെയ്യും പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ. ഇങ്ങനെ 3 കോപ്പി അവിടെ തന്നെ കമ്പനിയിൽ തന്നെ സൂക്ഷിക്കുകയും ചെയ്യും. ദെൻ റെസീറ്റ് ഓഫ് ഗുഡ്സ്, പിന്നെ ചെയ്യുന്നതാണ് ഗുഡ്സ് എന്ത് ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നു എന്നുള്ളതാണ്. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കണം ഡെലിവറി നോട്ട് എന്ത് ചെയ്യേണ്ടത് നോക്കുക. ആൻഡ് പർച്ചേസ് ഓർഡറും സപ്ലൈ ഇൻവോയ്സും റിഗാർഡിങ് ക്വാണ്ടിറ്റി, ക്വാളിറ്റി, റേറ്റ് ആയിട്ടുള്ള സപ്ലൈ ഇൻവോയ്സും നോക്കിക്കൊണ്ട് ഗുഡ്സ് റിസീവ് ചെയ്യേണ്ടത്. ആ റിസീവ് ചെയ്ത ഗുഡ്സ് എൻ്റർ ചെയ്യുക ആരാണ്, ഗേറ്റ് കീപ്പർ ഇൻ ഗുഡ്സ് റിസീവ്ഡ് രജിസ്റ്ററിലായിരിക്കും അല്ലെങ്കിൽ ഇൻവാൾഡ് രജിസ്റ്ററിലായിരിക്കും. ആഫ്റ്റർ ഇൻസ്പെക്ഷൻ ആൻഡ് എക്സാമിനേഷൻ ഓഫ് ഗുഡ്സ്, എക്സാമിനേഷൻ ഇൻസ്പെക്ഷൻ ശേഷമാണ്. ഗുഡ്സ് റിസീവ്ഡ് നോട്ട് ഈസ് പ്രിപ്പയർഡ് ബൈ സ്റ്റോർ കീപ്പർ. അതിനുശേഷം ഗുഡ്സ് റിസീവ്ഡ് നോട്ട് ആര് പ്രിപ്പയർ ചെയ്യും, സ്റ്റോർ കീപ്പർ പ്രിപ്പയർ ചെയ്യും. ഗുഡ്സ് റിസീവ്ഡ് നോട്ട് പ്രിപ്പയർ ചെയ്ത് ഇത് ചെയ്യുക ശരിക്കും ട്രിപ്ലിക്കേറ്റ് ആയിട്ടാണ്, 3 കോപ്പി ആയിട്ടാണ്. അത് 1 കോപ്പി സെൻഡ് ടു ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഹാസ് മേഡ് റിക്വസിഷൻ, ആരാണ് അയച്ചത് ആ ഡിപ്പാർട്ട്മെന്റിന്. Then 1 copy send അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്, 3rd കോപ്പി റിട്ടേൺ ചെയ്യും. Then
The storekeeper takes the goods to the store and then make entry to stock register. അത് സ്റ്റോർ കീപ്പർ എന്ത് ചെയ്യുന്നു, ഗുഡ്സ് നിന്ന് സ്റ്റോറിൽ എന്ത് ചെയ്യുന്നു, കീപ്പ് ചെയ്യുന്നു, എന്നിട്ട് അടുത്ത സ്റ്റോക്ക് രജിസ്റ്ററിൽ രേഖപ്പെടുത്തി വെക്കുന്നു. നമ്മൾ പറഞ്ഞു വന്നത് റിക്വസിഷൻ നൽകുന്നു, റിക്വസ്റ്റ് കൊടുക്കുന്നു, ദെൻ ഇൻവൈറ്റിംഗ് ടെൻഡേഴ്സ് ഇൻവൈറ്റ് ചെയ്യുന്നു, ദെൻ പ്ലേസിങ് ഓർഡർ. അവിടെ നമ്മൾ 4 കോപ്പീസിൻ്റെ കാര്യം പറഞ്ഞു. റെസീറ്റ് ഓഫ് ഗുഡ്സ് അതിന് നമ്മൾ ട്രിപ്ലിക്കേറ്റ് കോപ്പി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ 3 കോപ്പീസിൽ ഒന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, കൺസേൺ ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കുന്നു. ദെൻ 1 കോപ്പി എന്ത് ചെയ്യുന്നു, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്, ഒന്ന് റീറ്റൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ദെൻ ലാസ്റ്റിൽ പിന്നെ ഉള്ളത് ഇൻവോയ്സ് ആണ്. On receipt of invoice from the supplier, purchase department thoroughly check it. ഇൻവോയ്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് നന്നായി പരിശോധിക്കുന്നു, ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു. പർച്ചേസ് ഇൻവോയ്സ് ഷുഡ് ബി നമ്പേർഡ് ആയിരിക്കും, സീരിയലി ഫയൽഡ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് മേക്കിംഗ് പേയ്മെന്റ്. ഏറ്റവും അവസാനത്തെ പണി നമുക്കുള്ളത് പേയ്മെന്റ് ചെയ്യാന്നുള്ളതാണ്. പേയ്മെന്റ് ഓഫ് പർച്ചേസ് മസ്റ്റ് ബി മെയ്ഡ് ഓൺലി ആഫ്റ്റർ ദി അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് വെരിഫൈ ദി ഇൻവോയ്സ്. അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ഇൻവോയ്സ് വെരിഫൈ ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പേയ്മെന്റ് നടത്താൻ പാടുള്ളൂ. ഗുഡ്സ് റിസീവ്ഡ് നോട്ടും പർച്ചേസ് ഓർഡറും ഇൻവോയ്സും ഇത് 3 നോക്കിക്കൊണ്ടാണ് എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് പേയ്മെന്റ് നടത്തുക. അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ഷുഡ് എൻ്റർ ദി ഇൻവോയ്സ് ഇൻ പർച്ചേസ് ബുക്ക്. എന്ത് ചെയ്യും, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ ഇൻവോയ്സ് ഇൻ പർച്ചേസ് ബുക്കിൽ എന്ത് ചെയ്യും, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ഷുഡ് എൻ്റർ ദി ഇൻവോയ്സ് ഇൻ ദി പർച്ചേസ് ബുക്ക്. അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും, ഇൻവോയ്സ് എന്ത് ചെയ്യും, പർച്ചേസ് ബുക്കിൽ അത് എൻ്റർ ചെയ്യും. ദ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, ഇംപ്രസ് റബ്ബർ സ്റ്റാമ്പ് ഓൺ ഇൻവോയ്സ് വിച്ച് പാസ്ഡ് ഫോർ പേയ്മെന്റ് ആയിട്ടുള്ളതിനോട് റബ്ബർ സ്റ്റാമ്പ് ഓൺ ഇൻവോയ്സ് എന്ത് ചെയ്യും. ഓൺലി റെസ്പോൺസിബിൾ ഒഫീഷ്യൽ ഓഫ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്, അയാൾ റെസ്പോൺസിബിൾ ഒഫീഷ്യലാണ് അതിലുള്ള അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ എന്ത് ചെയ്യുന്നു, ചെക്ക് ഡ്രോ ചെയ്യുന്നത് ഫോർ ദി പേയ്മെന്റ്. A good internal check system and efficient purchase policy will prevent irregularities, errors and frauds. നല്ലൊരു ഗുഡ് ഇന്റേണൽ ചെക്ക് സിസ്റ്റം ഉണ്ടെങ്കിൽ ഇറഗുലാരിറ്റീസും എറേഴ്സും ഫ്രോഡ്സും ഒക്കെ തടയാൻ സാധിക്കും ഇതിലൊക്കെ. അപ്പോൾ റിക്വസിഷൻ നമ്മൾ പറഞ്ഞു, പർച്ചേസ് റിക്വസിഷൻ, റിക്വസ്റ്റ് ഹെഡ് ഓഫ് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് അത് എന്ത് ചെയ്യുന്നു, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് അയക്കുന്നു. റിക്വസ്റ്റ് ഡിമാൻഡ് പർച്ചേസ് ഓഫ് ഗുഡ്സ് മെറ്റീരിയൽ റിക്വയർഡ് ബൈ ദി ഡിപ്പാർട്ട്മെന്റ്, ഏത് ക്വാണ്ടിറ്റി, ക്വാളിറ്റി, മെറ്റീരിയൽ ഇതൊക്കെ റിക്വസിഷൻ ഉണ്ടാവും. അവർ പ്രിപ്പയർ ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും, ഒന്ന് പർച്ചേസിനും ഒന്ന് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ അവർ തന്നെയും കീപ്പ് ചെയ്യും. ഇൻവൈറ്റിംഗ് ടെൻഡേഴ്സ് പറഞ്ഞു, ടെൻഡേഴ്സിന്റെ സപ്ലയർ തിരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു. ലോവസ്റ്റ് ആയിരിക്കും, അക്കൗണ്ട് ക്വാണ്ടിറ്റീൻ്റെ എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട്, ക്വാളിറ്റി ആൻഡ് ടേംസ് ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട്. ദെൻ പ്ലേസിങ് ഓർഡേഴ്സ് നമ്മൾ പറഞ്ഞു, ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയെന്ന് പറഞ്ഞു. പർച്ചേസ് ഓർഡർ എന്ത് ചെയ്തിരിക്കണം, പ്രിപ്പയർ 4 കോപ്പീസ് പ്രിപ്പയർ ചെയ്യുമെന്ന് പറഞ്ഞു. അതിലൊന്ന് ടേംസ് ക്വാളിറ്റി, ടേംസ് ഓഫ് സപ്ലൈ, ക്വാണ്ടിറ്റി, റേറ്റ്, ടൈം, മോഡ് ഓഫ് ഡെലിവറി ഇതൊക്കെ നമ്മൾ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. ഒറിജിനൽ കോപ്പി പർച്ചേസ് ഓർഡർ എന്ത് ചെയ്യുന്നു, ആർക്ക് സപ്ലയർക്ക് അയക്കുന്നു. ദെൻ മറ്റു കോപ്പികൾ എന്തൊക്കെ ചെയ്യുന്നു നമ്മൾ പറഞ്ഞു, ഒന്ന് സ്റ്റോർ, ഒന്ന് കൺസേൺ ഡിപ്പാർട്ട്മെന്റ്, 4മത്തെ റീറ്റൈൻ ചെയ്ത് വെക്കാനാണ്. ദെൻ നമ്മൾ പർച്ചേസ് റെസീറ്റ് ഓഫ് ഗുഡ്സ് ആണെന്നുള്ള പറഞ്ഞത്. റെസീറ്റ് ഓഫ് ഗുഡ്സ് ആരാണ് ഗുഡ്സ് റിസീവ് ചെയ്യുക, ഗേറ്റ് കീപ്പർ ഗുഡ്സ് റിസീവ് രജിസ്റ്റർ രേഖപ്പെടുത്തുന്നു. ദെൻ അതിൻ്റെ ഇൻസ്പെക്ഷൻ എക്സാമിനേഷൻ കഴിഞ്ഞ് ദെൻ റിസീവ് നോട്ട് സ്റ്റോർ കീപ്പർ പ്രിപ്പയർ ചെയ്യുന്നു. ദെൻ വേറെ എന്ത് ചെയ്യുന്നു, ഒരു ട്രിപ്ലിക്കേറ്റിൽ എന്ത് ചെയ്യുന്നു, പ്രിപ്പയർ ചെയ്യുന്നു ഗുഡ്സ് റിസീവ് നോട്ട്. ആ ട്രിപ്ലിക്കേറ്റ് കോപ്പിയിൽ നിന്ന് 1 കോപ്പി എന്ത് ചെയ്യുന്നു, സെൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്, മറ്റേത് അവർ തന്നെ റീറ്റൈൻ ചെയ്ത് വെക്കുന്നു പറഞ്ഞു. ഇൻവോയ്സ് നമ്മൾ പറഞ്ഞു, ഇൻവോയ്സ് സപ്ലയർ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് തറോലി ചെക്ക് ചെയ്യുന്നു, അത് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. മേക്കിംഗ് പേയ്മെന്റ് നമ്മൾ പറഞ്ഞു, മേക്കിംഗ് പേയ്മെന്റ് നടത്തേണ്ടത് payment of the purchase must be made only after the accounts department verify invoice, goods received note and purchase note.
ഓക്കെ. അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിൽ ആരാണ് കൊടുക്കുക നമ്മൾ പറഞ്ഞു. പേയ്മെന്റ് നടത്താന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഓക്കെ.